നീറ്റ് പരീക്ഷയിലെ അപാകതയിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കോഴിക്കോട്, പത്തനംതിട്ട, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് SF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, നിലവിലെ സാഹചര്യം എന്താണ്? ആര്യ, SFI സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പോലീസ് SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ നീക്കം ചെയ്യുമായിരുന്നു. പത്തനംതിട്ട BSNL ഓഫീസിലേക്കാണ് SFIയുടെ മാർച്ച് നടത്തിയത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ഉപരോധ സമരം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അമൽ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊട്ടു പിന്നാലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയത്. SFI സംസ്ഥാന സെക്രട്ടറി മെമ്പർ അമൽ എബ്രഹാം, ജില്ലാ സെക്രട്ടറി അമൽ തുടങ്ങിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നിരവധി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. വലിയ ശക്തമായ ആ സമരം തുടർന്നായിരുന്നു. SFI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചാണ് BSNL ഓഫീസ് SFI പ്രവർത്തകർ ഉപരോധിച്ചത്. നമുക്കറിയാം, നീറ്റ് പരീക്ഷയുടെ ഫലം വന്നപ്പോൾ അതിലുണ്ടായിരിക്കുന്ന ക്രമക്കേടുമായി സംബന്ധിച്ച് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന കേസിൻ്റെ സാഹചര്യം വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഇതിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതിനെതിരെ ഒരു വ്യാപകമായ പ്രക്ഷോഭമാണ് SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും SFI കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പ്രതിഷേധമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നടപടി അടിയന്തരമായി സ്വീകരിക്കുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ആര്യ, സുജു, പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിലവിലും പ്രതിഷേധം തുടരാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണോ പ്രവർത്തകർ ഉള്ളത്? ആര്യ, ഇപ്പോൾ SFI പ്രവർത്തകരെ പൂർണ്ണമായി ഈ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് സമീപമാണ് BSNL ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടെയായിരുന്നു SFIയുടെ പ്രതിഷേധം. BSNL ഓഫീസിലേക്കായിരുന്നു. 100-ലധികം വരുന്ന പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നത്. നമുക്കറിയാം, വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് SFI സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പത്തനംതിട്ടയിലും SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇന്ന് അരങ്ങേറിയത്. ശക്തമായ താക്കീത് തന്നെയാണ് വിദ്യാർത്ഥി സമൂഹം നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയ അതിൻ്റെ അധികാരികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്നൊരു പ്രതിഷേധ സമരത്തിന് സംഘടിപ്പിക്കുവാൻ SFI തീരുമാനിച്ചതും. ഇന്ന് ഈ പ്രതിഷേധ സമരം അരങ്ങേറുമ്പോൾ നീറ്റ് പരീക്ഷയുടെ സംശയകരമായി ഉള്ള പരീക്ഷ പുനഃപരീക്ഷ നടത്താൻ അതിൻ്റെ അതോറിറ്റി തീരുമാനമെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് രാജ്യവ്യാപകമായി തന്നെ വിദ്യാർത്ഥികൾ ഇറക്കുന്ന വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് നീറ്റ് പരീക്ഷയുടെ പുനഃപരിശോധന ഈ ആക്ഷേപം ഉയർന്ന ഇതിൻ്റെയെങ്കിലും നടത്താൻ തീരുമാനം ഉയർന്നത്. അതായത് രാജ്യവ്യാപകമായി തന്നെ വിദ്യാർത്ഥി സംഘടനകൾ, അതായത് ഏറ്റവും വിശ്വാസ്യത ഉണ്ടാകേണ്ട ഒരു പരീക്ഷയിൽ അതിന് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് വാർത്തകൾ പുറത്തു വരുമ്പോൾ SFIയെ സംബന്ധിച്ചോളം അവർക്ക് വെറുതെ ഇരിക്കാനാവില്ല എന്നാണ് SFI നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തെരുവോരങ്ങളിൽ SFI വീണ്ടും അതിശക്തമായ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. പത്തനംതിട്ടയിലും വലിയ ഒരു സമരത്തിന് തന്നെയാണ് പത്തനംതിട്ട സാക്ഷ്യം വഹിച്ചത്. ഇന്ന് നടന്ന ഈ പത്തനംതിട്ടയിൽ നടന്ന സമരത്തിൽ 100-ലധികം പ്രവർത്തകരാണ് പങ്കെടുത്തത്. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അമൽ എബ്രഹാം ഉൾപ്പെടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിഷേധ മാർച്ച് BSNL ഓഫീസിലേക്ക് എത്തിയപ്പോൾ ചെറിയ തോതിൽ പോലീസും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും അതുപോലെ ഉന്തും തള്ളും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരും ഇപ്പോൾ എന്തായാലും SFI പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ശരി, എന്തായാലും നീറ്റ് പരീക്ഷയിലെ അപാകതയിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. കോഴിക്കോട്, പത്തനംതിട്ട, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബുവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.